It is my privilege to introduce our distinguished resource person for this session, Ms. C.G. M.M., a dedicated professional in the field of psychology and counseling. Ms. C.G. currently serves as a counselor in the Science and Humanities Department at Mark Baselios Institute of Technology and Science. Ms. C.G.'s academic qualification reflects her deep commitment to the field of psychology. She is currently a PhD scholar in psychology at Martin Luther Christian University, Shillong since 2020. She holds an MPhil in psychotherapy from Martin Luther Christian University, Shillong, which she completed in 2017. Ms. Shetty specializes in counseling and psychotherapy with a particular focus on providing psychological support for students and individuals facing mental health challenges. Her areas of interest include psychology classes that help the students better understand mental health and well-being, supporting learning disorder children, an area that is critical for building inclusive learning environments. Today, Ms. C.G. will present on the important topic of work-life balance. In our fast-paced, high-demand world, understanding how to balance personal and professional responsibilities is the key to maintaining mental well-being and productivity. We are sure that Ms. C.G.'s insights will help us navigate this challenge with greater understanding and practical strategies. Please join me in welcoming Ms. C.G. M.M. to the stage with a warm round of applause. Good afternoon, all. Okay. മൈക്ക് വേണോ അല്ലേ എനിക്ക് തോന്നുന്നു രഹസ്യം പറഞ്ഞാൽ പോലും കേൾക്കാൻ പറ്റുന്നത്ര. ഓക്കെ, എനിവൺ ഡോണ്ട് നോ മലയാളം? എല്ലാവർക്കും മലയാളം. വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് തോന്നുന്നു ഈ വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഓഡിയൻസ് ആണോ ഞാൻ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, കോളേജിൽ പോവുക, ഇങ്ങനെയുള്ള വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, എല്ലാം സമയം കണ്ടെത്തുന്ന ഒരു ഗ്രൂപ്പിനാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെയല്ല, നമുക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റും പിന്നെ ഞാൻ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും. കാരണം എൻ്റെ അടുത്ത് നമ്മളൊക്കെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നവരായിരിക്കാം. പക്ഷെ എന്നാലും ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. വളരെ എനിക്ക് തോന്നാറുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒത്തിരി ആളുകളാണ് ഞങ്ങളുടെ സെന്ററിൽ കാണുന്നത്. എന്ന് വെച്ചാൽ അറിയാമല്ലോ, സെന്ററിലേക്ക് വരുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും വരുന്നത്. എന്നാലും നമ്മൾ ന്യൂനപക്ഷത്തിനെയും തിരിച്ചറിയണമല്ലോ, അല്ലേ? ഒത്തിരി ആളുകൾ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ബാലൻസ് ചെയ്ത് പോകാത്ത ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ സ്ലൈഡിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. നമുക്കറിയാം, ഒരു ജീവിക്കാൻ വേണ്ടിയാണോ ജോലിക്ക് വേണ്ടിയാണോ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും മറുപടി പറയുക നമ്മളെല്ലാവരും? എനിക്ക് തോന്നുന്നു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ പോകുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂറല്ലേ? എന്തിനായിരിക്കും ജീവിതം? ജോലിക്ക് വേണ്ടിയാണോ ജീവിതം, ജീവിതത്തിന് വേണ്ടിയാണോ ജോലി എന്ന് പറയുന്നത്? അതെ, അതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ ഒരു ക്ലയന്റിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് രണ്ടും പറയാറുണ്ട്. ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യണം, ജീവിക്കുമ്പോൾ ജീവിക്കണം. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റണം. അല്ലാതെ ജീവിക്കാൻ വേണ്ടിയാണോ ജോലി എന്ന് ചോദിക്കുന്നു, ജോലിക്ക് വേണ്ടിയാണോ ജീവിതം എന്ന് ചോദിക്കുന്നു, നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചു പോയാൽ എനിക്ക് തോന്നുന്നത് വളരെ അൺഹെൽത്തി ആയിരിക്കും ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ, കാലം മാറി അല്ലേ? കാലം മാറിയത് ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഏത് സെഞ്ചുറിയാണ്? അതൊക്കെ അന്ന് 18th സെഞ്ചുറിയാണ്, അതായത് 1760s. ആ ഒരു കാലത്താണ് വ്യാവസായിക വിപ്ലവമൊക്കെ വന്ന്, അത് കഴിഞ്ഞ് നമുക്കറിയാം ഗ്രേറ്റ് ബ്രിട്ടനിലൊക്കെ തുടങ്ങി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് നമ്മളുടെ അടുത്തേക്ക് ഗ്ലോബലൈസേഷൻ എന്ന പേര് നമ്മുടെ അടുത്തേക്കൊക്കെ എത്തി അല്ലേ? എല്ലാം എത്തിയപ്പോൾ നമ്മൾ ഒത്തിരി മാറിപ്പോയി. പണ്ട് കാലങ്ങളിൽ അറിയാം, അക്കാലത്ത് ഇപ്പോൾ കന്നുകാലിനെ വളർത്തിയും പിന്നെ അത്യാവശ്യം കൂലിപ്പണി ചെയ്തും കൃഷി ചെയ്തും ഒക്കെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലത്ത് നിന്ന് ഈ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആ ഒരു റെവല്യൂഷനൊക്കെ വന്നതോടുകൂടി നമ്മൾ ഭയങ്കര ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഒക്കെ വെച്ചിട്ട് ജീവിക്കാൻ നമ്മൾ വല്ലാതെ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലേ? അത് വേണ്ടതല്ലേ? അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത്
ഏറ്റവും കൂടുതൽ അക്കാലത്തും ഇക്കാലത്തും സൈക്കോളജി പറയുന്നത് എന്താണ്, ഇത്രയും വിപ്ലവം നടക്കുന്ന സമയത്തും ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരവസ്ഥ, ഹ്യൂമനിസം എന്ന് പറയുന്ന സൈക്കോളജിയുടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം ജീവിച്ച് ഏറ്റവും ഹെൽത്തി ആയിട്ട് ജീവിച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വശത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ, എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ആത്മസാക്ഷാത്കാരം എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ ജീവിച്ച് ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ വളരെ ഓപ്പൺ ആയിരിക്കുക, നമ്മൾ വളരെ ആ പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ ഓഫ് അവർ പൊട്ടൻഷ്യൽ, എന്ത് കഴിവുണ്ടോ കഴിവിനൊക്കെ പുറത്തെടുക്കാൻ മാക്സിമം ശ്രമിച്ചു. എല്ലാം പുറത്ത് വരണമെന്നില്ല, എന്നാലും ശ്രമിച്ച് കടന്നു പോകുന്ന ഒരവസ്ഥയ്ക്ക് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളൊക്കെ ആ വഴിക്ക് ഏതെങ്കിലും വഴിക്കാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഗൂഗിളിൽ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ കിടക്കുന്നത് ആരൊക്കെയാണെന്നറിയോ? മദർ തെരേസ, ഗാന്ധിജി, പിന്നെ നെൽസൺ മണ്ടേല, ഇവരൊക്കെയാണ് ആ ലിസ്റ്റിൽ കിടക്കുന്നത്. ഞാൻ പക്ഷേ ഒരു കാര്യമില്ല, ഞാൻ എൻ്റെ ക്ലയൻസിന് പലപ്പോഴും ഞാൻ ഇത് കാണാറുണ്ട് കേട്ടോ, ഉള്ളത് പറയാലോ. എനിക്ക് വരുന്ന ക്ലയൻസിൽ കുറേ പേരിൽ ഞാൻ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ട്രാക്കിലാണല്ലോ ഇവരെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ, അത് നമ്മുടെ സബ്ജക്റ്റിൽ പെട്ടതല്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ഈ വളരെ കടുത്ത മാനസിക രോഗികളായിട്ടുള്ള ഭാര്യയെ ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഒരു മടുപ്പില്ലാതെ, വെറുപ്പില്ലാതെ. എനിക്കുണ്ട് അങ്ങനത്തെ ക്ലയൻസ്. കടുത്ത മാനസിക രോഗാവസ്ഥയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഭർത്താക്കന്മാരെ കൊണ്ടുനടക്കുന്ന ഭാര്യമാരെ ഞാൻ കാണാറുണ്ട്. ഒരു പരാതിയില്ലാതെ. ഞാൻ ഇവരൊക്കെ എൻ്റെ മനസ്സിലേക്ക് കുറച്ച് പേര് കയറി വരുന്നുണ്ട്. അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ നോ കംപ്ലൈൻറ്റ്സ്. കാരണം കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിലൊക്കെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഉപേക്ഷിക്കുക, പിള്ളേരെ നമ്മൾ നോക്കാം, ഇങ്ങനെയൊക്കെ വീട്ടുകാർ പറഞ്ഞിട്ടും അവിടെ ഒന്നും ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ഞാൻ ഇതുപോലെ ഹസ്ബൻഡിനെയും കാണാറുണ്ട്, വൈഫും. ഇവരുടെ ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്, ഫാമിലി, എനിക്ക് 15 വർഷമായിട്ട് എൻ്റെ ക്ലയൻ്റാണ്. പക്ഷേ വൈഫിന് അസുഖം തുടങ്ങിയിട്ട് 39 years ആയി. കാരണം മകന് 40 വയസ്സായി. മകൻ ജനിച്ച് പിന്നത്തെ വർഷമാണ് ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. 39 വർഷമായിട്ട് ഈ രോഗാവസ്ഥ ഒന്നും ചെറിയ രോഗാവസ്ഥയല്ല കേട്ടോ, സ്കിസോഫ്രീനിയ എന്ന് പറയും. കടുത്ത മാനസിക രോഗാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് റിലാക്സ്ഡ് ആവും, അപ്പോൾ ഒത്തിരി വൈലൻ്റ് ആവും, പൊട്ടിത്തെറിക്കും, പറഞ്ഞു വയ്ക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും, അങ്ങനത്തെ. പക്ഷെ 39 years ഇപ്പോഴും ആ മനുഷ്യനോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ മനുഷ്യനെ എങ്ങനെ പറയുന്നതെന്ന് അറിയും, നോ കംപ്ലൈൻറ്റ്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ സംരക്ഷിക്കുന്നു. എൻ്റെ മക്കളിപ്പോൾ 2 പേരും ദുബായിലാണ്, ആൺകുട്ടികളാണ്. മക്കളുടെ മാരേജ് ഞാൻ മക്കൾക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഫാമിലി കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. മക്കളുടെ മാരേജിൻ്റെ സമയത്ത് മക്കൾ കല്യാണത്തിലേക്ക് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, അമ്മയുടെ അസുഖം ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ കല്യാണം നടക്കുമോ, ആ സമയത്തൊക്കെ ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മെൻ്റൽ ഹെൽത്തും കൂടെ നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം, അതും കൂടിയാണ് നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ ഇത്രയും 100 ഓടുമ്പോൾ നമ്മൾ കൂടെ പിടിച്ചു നിർത്തുക. വേണോ വേണ്ടയോ എന്ന് പറയുന്നു, വേണം, അത് വേണം. അതുകൊണ്ടാണ് നമുക്കറിയാം October 10th വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. ഈ വർഷം ഇത് ആരാ സെലിബ്രേറ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹെൽത്തും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടി ചേർന്നിട്ടാണ് തീരുമാനിക്കുക. തീം തീരുമാനിച്ചത് ഈ വർഷത്തെ തീം എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക്. അതെന്തുകൊണ്ടാണ് തീം എന്ന് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ വോട്ടിട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ തീം ഏതായിരിക്കും? മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നതും പ്രശ്നമല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം എന്താണ് നമ്മുടെ തീം, എന്താണ്? മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക്. സോ ലൈഫും കൂടെ എങ്ങനെ നമുക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം ഒരു പേഴ്സണൽ ലൈഫും കൂടി ഉണ്ട് എന്ന് ഇപ്പോഴാണ് സ്വന്തം പോയി പേഴ്സണൽ ലൈഫും കൂടി ഉണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. പേഴ്സണൽ ലൈഫും കൂടെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഞാൻ ഈ സ്ലൈഡ് ഞങ്ങൾക്ക് ക്ലയൻസിനെ കിട്ടുന്ന സമയത്ത് ഞാനൊരു സ്ലൈഡിൽ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്.
എന്താണ് എല്ലാ വർക്കിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ജോബ് സ്ട്രെസ് ആണോ? ഒരിക്കലുമല്ല. കാരണം പല ആളുകളും നമ്മുടെ അടുത്ത് വരുമ്പോൾ ജോബ് സ്ട്രെസ് അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തു പോകുന്ന ഒരു രീതിയുണ്ട്. ഇത്രയും വേർഡ്സ് ഞാനൊന്നും നോക്കണ്ട കേട്ടോ, അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റ് ജോബ് സ്ട്രെസ് അത് ഇതെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഇമോഷൻ വേർഡ്സ് ആണ് കേട്ടോ. കേട്ടോ, ഇത്രയും ഇമോഷൻസ് ഒക്കെ ഉണ്ടോ? ഇമോഷൻ വീൽ ലൈഫ് സ്കില്ല് പഠിച്ചിട്ടാണ്. യെസ്, പഠിപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഇതൊന്നുമല്ല കേട്ടോ, ഈ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. ഇത് റോബർട്ട് പ്ലച്ചിക് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം ഡിഫൈൻ ചെയ്ത് വെച്ച കുറച്ച് വാക്കുകളായിരുന്നു മുഴുവനും. നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇതിലെ പല ഇമോഷൻസും നമ്മുടെ ക്ലയന്റ് വന്നിട്ട് പറയുമ്പോൾ. ഞാൻ എനിക്കൊരു ഡിസ്ഗസ്റ്റ് ആണുള്ളത്, അല്ലെങ്കിൽ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഫ്രസ്ട്രേഷൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ ഭയങ്കര ഡെസ്പയർ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഓഫുൾ ഫീലിംഗ് ആണ്, അതല്ലെങ്കിൽ ഞാൻ വളരെ പവർലെസ് ആണ്, അഷെയിംഡ് ആണ്, ഇങ്ങനെ റിമോഴ്സ്ഫുൾ ആണ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഇത് കുറേ ഞങ്ങളുടെ ബ്രെയിനിലുണ്ട്. അതുകൊണ്ട് ക്ലയന്റ് പറയുന്ന വികാരങ്ങളെ അതേപോലെ ഉൾക്കൊണ്ടാലേ നമുക്ക് ജോബ് സ്ട്രെസ് ആണോ വേറെ എന്തെങ്കിലും സ്ട്രെസ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സാധാരണ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ, ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ പറയും, നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ നമ്മളിൽ തന്നെ അനലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ശരിക്കുള്ള സ്ട്രെസ്സറിനെ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. എന്താണ് ശരിക്കുള്ള സ്ട്രെസ്സർ എന്ന് പറയുന്നത്? അത് മേ ബി ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. എന്തൊക്കെയായിരിക്കും ഇന്റേണൽ സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇന്റേണൽ നോക്കാം. ആദ്യം ഭയങ്കര ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, ഡിഫിക്കൽട്ടിയാണ്, ക്ലയൻസ് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതല്ലെങ്കിൽ പ്രഷർ ടു പെർഫോം, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, ഞാൻ എൻ്റെ റോള് തന്നെയാണോ ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ കുറച്ച് സ്ട്രെസ് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് ലോൺലിനെസ് ആണ്, ഡിസപ്പോയിന്റഡ് ആണ്, ടോട്ടലി മീൻസ് എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിച്ച് ഐ ഷുഡ് ഫസ്റ്റ് എനിക്ക് ഏത് ഞാൻ ആദ്യം ചെയ്യണം, ഏത് രണ്ടാമത് ചെയ്യണം, എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. അതല്ലെങ്കിൽ ഇത് പറയുന്നത് എന്തായിരിക്കും, പെർസീവ്ഡ് എക്സ്പെക്ടേഷൻസ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ജോലിയെ അല്ല എനിക്ക് കിട്ടിയത്, ഞാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിഫേർഡ് ജോലിയാണ് എനിക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ കുറേ ആസ്വദിക്കും അല്ലേ. അതല്ല കിട്ടുന്നതെങ്കിലോ അവിടെ എല്ലാം എന്തായിരിക്കും വരുന്നത്, എക്സ്പെക്ടേഷൻ ലെവല് കുറച്ച് പ്രശ്നം. ദെൻ അതുപോലെ തന്നെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മൈ ഡിഫറെൻറ്റ് റോൾസ്. പ്രശ്നമല്ലേ, ഞാൻ എങ്ങനെ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് വരുന്ന സ്ത്രീകൾ കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്താണ്, വീട്ടില് ജോലിക്ക് പോയാൽ അവിടെ ഫുൾ ടൈം ജോലി, അതേ അവസ്ഥയാണ് വീട്ടിൽ വന്നാലും. പക്ഷെ ഇപ്പൊ ഞാൻ കേൾക്കാൻ തുടങ്ങുന്നത്, ഞാനൊരു സ്ത്രീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നേരെ തിരിച്ച് കേൾക്കാൻ തുടങ്ങി. ആര് പറയുന്നത്? പുരുഷന്മാര് പറയുന്നു ഓഫീസിൽ ചെന്ന് നല്ല സ്ട്രെസ് ഉണ്ട്, വീട്ടിൽ വന്നാല് ഒരു രക്ഷയില്ല, അതിന്റെ ഡബിൾ ജോലിയാണ്. അപ്പൊ കാലം മാറിയില്ലേ? കാലം മാറിയെങ്കിലും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്ത്രീകൾ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, സ്ത്രീകൾക്ക് ജോലി കൂടുതലാണ്, പുരുഷന്മാർക്ക് ജോലി, വീട്ടിൽ വന്നാൽ ജോലിയില്ല, ഇതൊന്നുമല്ല. ഞാൻ മാറി കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറയാറുണ്ട്, ഒരു വല്ലാത്ത അവസ്ഥ പറയാറുണ്ട്. കാരണം അതിൽ നമ്മുടെ മീഡിയ ഇൻഫ്ലുവൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്താണെന്നറിയോ, പണ്ട് കാലങ്ങളിലും ഈവൻ നമ്മുടെയൊക്കെ ഫാമിലിയിലൊക്കെ നമ്മുടെ സ്പൗസിനെ ജോലിക്ക് കൂടെ കൂട്ടാറില്ലേ? ഉണ്ട്, വളരെ കൂട്ടാറുണ്ടായിരിക്കും. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂട്ടാറുണ്ടായിരിക്കും. പക്ഷേ രീതി ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കും, നാളെ നിന്റെ ജോലിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദോശ ഉണ്ടാക്കിയാണ് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടപ്പെട്ടതല്ല ഉണ്ടാക്കിയെങ്കിൽ അവിടെ മാറ്റി വരും. എന്നിട്ട് ഇവർ പറയുന്നത് എന്തായിരിക്കും, ഞങ്ങളെല്ലാം ഷെയർ ചെയ്താൽ ചെയ്യും. ഇതാണോ ഷെയറിങ്? ഷെയറിങ്ങിന്റെ ഡിഫറൻസ് മനസ്സിലായോ? ഇന്ന് കുഞ്ഞിനെ എൻ്റെ ഫുൾ ഡ്യൂട്ടി നിനക്കാണ്, നാളെ ഞാൻ ചെയ്യും, കുഞ്ഞിനെ വൈകുന്നേരം കുളിപ്പിക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്നതും. എങ്ങാനും ഇതിൽ എന്തെങ്കിലും വിഷയം, നാളെ ഹസ്ബൻഡ് കുളിപ്പിച്ചപ്പോഴാണ് പനി വന്നെങ്കിലോ,
ഞാനിത് ഉണ്ടാക്കി പറയുന്നതല്ല, റിയലി ഐ എം സോറി, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഞാൻ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് പറയുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെയാണോ നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ ഷെയറിങ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഷെയറിങ് എന്താണെന്ന് ക്ലിയർ ആയോ? അതുകൊണ്ട് കാലം മാറി ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോഴും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അതിൻ്റെ പിന്നിലൊരു ഷെയറിങ് ആക്ച്വലി ഇല്ല എന്നുള്ളത് തന്നെ. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇന്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്നിൽ തന്നെയാണ് അല്ലേ? നമ്മളിൽ ഓരോരുത്തരുമാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ തിരിച്ചറിഞ്ഞ് എക്സ്റ്റേണൽ സ്ട്രെസ് തന്നെയാണ് നമ്മൾ കൂടുതൽ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അല്ലേ? അവർ ശരിയല്ല, ഓഫീസിലെ സുപ്പീരിയർ ശരിയല്ല, സബോർഡിനേറ്റ്സ് ശരിയല്ല, കൊളീഗ്സ് ശരിയല്ല, പിന്നെ സിസ്റ്റം ശരിയല്ല, മൊത്തം സിസ്റ്റം പ്രശ്നമാണ്. ഫാമിലി സിസ്റ്റം ശരിയല്ല, കോളേജിലെ സിസ്റ്റം ശരിയല്ല. ഇതെല്ലാം നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയാറുണ്ട്. ഇനി വർക്ക് ലോഡ് പറയും, ലോ സപ്പോർട്ട്. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരാവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണം എന്നറിയാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരിക്കുള്ള എൻ്റെ സ്ട്രെസ്സർ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ അത് തിരിച്ചറിയാം. അതുപോലെ പോളിസീസ് ആൻഡ് ഡയറക്റ്റീവ്സ് നമുക്ക് മാറ്റാൻ പറ്റുമോ? കോളേജിന്റെ നിയമം, നാക്കിന്റെ അക്രഡിറ്റേഷൻ, ഓവർലോഡ്, വർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സോ അക്സെപ്റ്റ് ചെയ്യാനേ മാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അത് വലിയ കേസസ് ആണ്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് ആണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? പലപ്പോഴും വരുന്നത് നമുക്കറിയാം, സുപ്പീരിയേഴ്സ് ഒരു എൻ്റെ ക്ലയൻ്റ് എന്ന് പറഞ്ഞതാണ്, എന്നെ മാനേജറാണ്, എന്നെ ക്യാബിനിലേക്ക് എപ്പോഴും വിളിപ്പിക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക്. പക്ഷെ വിളിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഗോസിപ്പ് ഉണ്ട് ഓഫീസിൽ. നമുക്ക് മാനേജ് ചെയ്യാൻ മാർഗങ്ങളില്ലേ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും മാർഗങ്ങളുണ്ട്, പിന്നെ ഞാൻ ആരോട് അത് സംസാരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് മാർഗങ്ങളുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വെരി പോർ പേഴ്സണാലിറ്റി. പോർ പേഴ്സണാലിറ്റി മീൻസ് വാട്ട്? അസർട്ടീവ് ആകാൻ പറ്റാത്ത, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാതെ എല്ലാവരാലും ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്ന ഒരു പേഴ്സണാലിറ്റി. അപ്പോൾ അവിടെ ജോബ് സ്ട്രെസ് ആണോ അവിടെ പ്രശ്നം? റിലേഷൻഷിപ്പ് പ്രോബ്ലംസിൽ മെയിനായിട്ട് വന്ന റീസൺ എന്താണ്? അപ്പോൾ എക്സ്റ്റേണൽ സ്ട്രെസ്സർ ആണെന്ന് ആൾ വിചാരിച്ചെങ്കിലും എക്സ്റ്റേണൽ സ്ട്രെസ്സർ ആണോ അത്? അത് ഇന്റേണൽ സ്ട്രെസ് തന്നെ. എനിക്ക് എന്തുകൊണ്ട് നോ പറയാൻ പറ്റുന്നില്ല? ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സംസാരിച്ചതാണ്. എക്സസീവ് വർക്ക് ലോഡ് ഉണ്ട് കേട്ടോ, എക്സസീവ് വർക്ക് ലോഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കറിയാം, റീസെന്റ് നമ്മളൊരു ന്യൂസ് കേട്ടല്ലോ, അന്ന സെബാസ്റ്റ്യൻ EY കമ്പനി കേട്ടതല്ലേ? ഈ അമ്മ എഴുതിയ ഒരു ലെറ്റർ വായിച്ചാണെങ്കിലും എല്ലാവരും വായിച്ചതല്ലേ? ആ ലെറ്ററിൽ ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് വിവരിച്ചിരിക്കുന്നതിൽ എന്താ മനസ്സിലായി? എനിവൺ ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. എന്താ മനസ്സിലായത് ആ മരണത്തെ കുറിച്ച്? ഞാൻ പുറത്ത് ഓഡിയൻസിൽ സംസാരിക്കാറില്ല, കാരണം ചിലപ്പോൾ ഓഡിയൻസിൽ ആരെങ്കിലും അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാറില്ല. ഈ ഓഡിയൻസിൽ ആരില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പറയാണ്. എന്തായിരിക്കും ആ ലെറ്ററിൽ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം? എന്നൊന്ന് വാക്കുകൾ ഞാൻ പറയാം. ഷി വാസ് എ ഫൈറ്റർ. ഷി വാസ് എ ഫൈറ്റർ. എപ്പോൾ? എല്ലാ പീരീഡിലും അക്കാഡമിക്സിൽ ഫ്രം ബിഗിനിങ് ടു എൻഡ് ഈ ആളൊരു ഫൈറ്റർ ആയിരുന്നു. പിന്നെ ആൻഡ് ഷി വാസ് പുഷിങ് ഹെർസെൽഫ്. എന്തുകൊണ്ട് നമ്മൾ ഇത്ര പുഷ് ചെയ്യാൻ എന്താ വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആ ലെറ്റർ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് വായിച്ചാൽ മനസ്സിലാവും. ഒരു ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ എല്ലാ ട്രേറ്റ്സും അതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്? അവർക്ക് ജോലി ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അവർക്ക് നോ പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്ക് വീട്ടുകാർ പല പ്രാവശ്യം പറഞ്ഞാൽ എന്താണ്? പറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ പറഞ്ഞു. പറ്റില്ല, ഞാൻ ആഗ്രഹിച്ച് നേടിയ ജോലി എനിക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഒത്തിരി സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അവൾ ആകെ അമ്മ എഴുതിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഷി വാസ് സോ ഡിപ്രസ്ഡ്, സോ സ്ട്രെസ്ഫുൾ. ആൻഡ് ഇങ്ങനെ ഈ ഒരു രോഗാവസ്ഥയുടെ എല്ലാ സിംറ്റംസും അമ്മ തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് സിംറ്റംസ് വരുന്നത് നമ്മൾ അറിയുന്നുണ്ടാവും. നമുക്ക് വരുന്ന ഫിസിക്കൽ സിംറ്റംസും സൈക്കോളജിക്കൽ സിംറ്റംസും നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു. ഉറക്കമില്ലായിരുന്നു എഴുതിയിട്ടുണ്ട്. എത്ര ദിവസങ്ങൾ? 45 ദിവസം ഉറക്കമില്ലായിരുന്നു എഴുതിയിട്ടുണ്ട് അതിനകത്ത്. 45 ദിവസം ഉറങ്ങാതെ ഒരാൾ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഇത്രയും ഒരു ഏകദേശം നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല കേട്ടോ, വെരി സോറി.
ഞാൻ പറഞ്ഞു പോകുന്നത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എക്സസീവ് വർക്ക് ലോഡ് ഉണ്ടാകാം. പിന്നെ നമുക്ക് ക്ലയൻസിനെ കിട്ടാറുണ്ട് വർക്ക്, പ്രത്യേകിച്ച് പോലീസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ക്ലയൻസിനെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസിന്. അത് ഈ ടൈമിംഗ് ഉണ്ടല്ലോ, ഷിഫ്റ്റ് ഡ്യൂട്ടി ഉറപ്പില്ലാത്തൊരവസ്ഥ. പിന്നെ നമുക്ക് കിട്ടുന്ന ബാങ്ക് എംപ്ലോയീസ്. കാരണം അവർക്ക് 9 മണിയാകുന്ന സമയത്ത് ലീവ് ചെയ്യാൻ പറ്റില്ല ഓഫീസിൽ നിന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് വീട് ഫാമിലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ബാങ്ക് മാനേജർ ജോലി റിസൈൻ ചെയ്ത് വേറൊരു കോളേജിൽ ടീച്ചറായിട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട്. റിസൈൻ ചെയ്ത് എന്തുകൊണ്ട്? കൗൺസിലിങ്ങിൽ സംസാരിച്ചപ്പോൾ ബാങ്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? കാരണം അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം 2-3 സെഷനൊക്കെ ഇവരുടെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പം എന്തിനാ മെൻ്റൽ ഹെൽത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ആദ്യം ചെയ്യുന്നത്? ആദ്യം ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്, വളരെ ഡിപ്രസീവായിട്ടാണ് വന്നത്, ഉറപ്പൊയ്യ, സങ്കടം, കരച്ചില്, കുടുംബ പ്രശ്നം. അടുത്തത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഫാമിലി പ്രോബ്ലംസ്. ഇത്രയും ഞാൻ മെൻ്റലി അൺഹെൽത്തി ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് എൻ്റെ പ്രശ്നങ്ങളെ ഗ്രാജുവലി ഫാമിലിയിലേക്ക് അഫക്റ്റ് ചെയ്യും. കുടുംബ പ്രശ്നമായിട്ടാണ് വന്നത്. പക്ഷേ സംസാരിച്ച് വന്നപ്പോഴേക്കും ഇത്രയും ഇമോഷൻസ് തിരിച്ചറിയാൻ പറ്റുന്നു. ആൾ തീരുമാനം എടുക്കുന്നു, ആളുടെ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എല്ലാം എടുക്കുന്നു. ഹെൽത്ത് കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ അവർ ജോലി ചെയ്യാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഹെൽത്തി ആയി കഴിഞ്ഞപ്പോൾ ആ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് നമ്മുടെ തീരുമാനമല്ലേ? ഞാൻ എവിടെ ജോലി ചെയ്യണം, ഞാൻ എത്ര സാറ്റിസ്ഫൈഡ് ആകണം, എനിക്ക് എത്ര ഇൻകം വേണം, ഇതാരാ തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഇൻകോമ്പിറ്റന്റ് ഓർ ലേസി കൊളീഗ്സ് ഒക്കെ എപ്പോഴും പ്രശ്നമല്ലേ? നിങ്ങൾക്കും അറിയാമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ കൺസിസ്റ്റന്റ് ഡിസഗ്രിമെന്റ്സ് വിത്ത് കോവർക്കേഴ്സ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും ഓർത്താൽ മതി. ഈ ഒരു യു കർവ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി. യു കർവിന്റെ പ്രത്യേകത എന്താണ്? ഓപ്റ്റിമൽ ലെവലിലാണ് നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ജോബ് സ്ട്രെസ് ആണെങ്കിലും എന്താണെങ്കിലും വരുന്നതെങ്കിൽ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? ഹൈ പെർഫോമൻസ് ആണ്, അല്ലേ? ഓപ്റ്റിമൽ ലെവൽ സ്ട്രെസ് ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഒരു സ്ട്രെസ് ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രമോഷൻ ഒന്നും നേടിയിട്ടില്ല. ഒരു PhD സ്ട്രെസ് ഇല്ലാതെ നേടിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. പക്ഷെ പ്രശ്നം എന്താണ്? ഇതില് ഏറ്റവും ലോ ലെവൽ സ്ട്രെസ് ആണെങ്കിൽ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? ക്ലിയർ അല്ലേ? പെർഫോമൻസ് തീരെ ലോ ആയിരിക്കും. അതേസമയം സ്ട്രെസ് ഓപ്റ്റിമൽ ലെവലിൽ വിട്ടു കഴിഞ്ഞാലോ വീണ്ടും പെർഫോമൻസ് ഡൗണിലായിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അടുത്തൊരു പോയിന്റ് ഇതാണ്, എൻ്റെ ക്ലയന്റിന് ഈ ലെവൽ എടുക്കാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്. അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അവസ്ഥയായിരിക്കില്ല. കൗൺസിലിംഗിൽ വരുമ്പോൾ ഹസ്ബൻഡ് പറയുന്നത് എന്താണ്? ഞാൻ ജോലി ചെയ്തില്ലേ, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ നിന്നെക്കാളും വലിയ ഉദ്യോഗസ്ഥനല്ലേ, എന്നിട്ട് നിനക്ക് എന്താ പറ്റാത്തത്? ഞാൻ വീട്ടിൽ വന്ന് സഹായിക്കുന്നില്ലേ? അല്ലെങ്കിൽ വൈഫ് ചോദിക്കും എന്താണ്? തിരിച്ചു ചോദിക്കും, ഞാൻ ഇതിനേക്കാളും വലിയ സ്ട്രെസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഇത് യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. എയും ബിയും സിയും ഒരുപോലെയല്ല സ്ട്രെസ് എടുക്കുന്നത്. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും? അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്, അവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം അതിൽ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും സ്ട്രെസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഒരിക്കലും ഒരുപോലെയല്ല. ഓക്കെ, ഈ സ്ട്രെസ് എടുക്കാനുള്ള കപ്പാസിറ്റിയെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഒരാളുടെ ബുദ്ധി ഉണ്ടെന്ന് കരുതി ഹൈലി ഇന്റലിജന്റ് ആണ്, പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റുമോ? എനിക്ക് സ്ട്രെസ് എത്ര എടുക്കാൻ പറ്റും, ഞാൻ എപ്പോൾ ലീവ് ചെയ്യണം, ഞാൻ എപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യണം, ഞാൻ ഏതൊക്കെ രീതിയിൽ ഇത് മാനേജ് ചെയ്യണം, ഇത് തിരിച്ചറിയണമെങ്കിൽ ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രം, ഞാൻ ഉറപ്പിച്ച് പറയാം, ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രം. ഇന്റലിജൻസും ഈ പറഞ്ഞ 3 കാര്യങ്ങളും 3ആണ്. ഒന്ന്, നമുക്ക് ഇമോഷണൽ മൈൻഡ് ഉണ്ട്, നമുക്ക് ഇന്റലക്ച്വൽ മൈൻഡ്. ഇന്റലക്ച്വൽ മൈൻഡ് എന്ന് പറയുന്നതാണ് റീസണബിൾ മൈൻഡ്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർന്നൊരു, നമ്മൾ കുറച്ചും കൂടി മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് അറിവുണ്ട്, അല്ലേ? അറിവുണ്ട്, പിന്നെന്താ, നമുക്ക്